ഗവർണർമാരുടെ രാഷ്ട്രീയത്തിന് നമ്മുടെ സർവകലാശാലകളിൽ എന്ത് കാര്യം? ഒരു കാര്യവുമില്ല എന്നതാണ് ഉത്തരം. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ച സമയത്ത് അവർ കൊൽക്കത്തയിലും മുംബൈയിലും മദ്രാസിലും ഓരോ സർവകലാശാലകൾ സ്ഥാപിച്ചു. ആ സമയത്ത് അതിന്റെ ചാൻസലർമാരായി ഗവർണർമാരെ നിയോഗിച്ചു. ആ രീതിയാണ് ഇപ്പോഴും തുടർന്നു വരുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് അത് കഴിഞ്ഞ് ഏതാണ്ട് 20 വർഷത്തോളം 67 വരെ കോൺഗ്രസിന്റെ അപ്രമാദിത്വമായിരുന്നു രാജ്യത്ത്. സംസ്ഥാന സർക്കാരുകളും അവർ തന്നെ ഭരിച്ചു. ആ ഘട്ടത്തിലൊക്കെയും ഈ ഗവർണർമാരുടെ പ്രശ്നം സംസ്ഥാനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല. രണ്ടിടത്തും ഒരേ രാഷ്ട്രീയം പേറുന്ന ആളുകളായിരുന്നു ഭരിച്ചത് എന്നതുകൊണ്ട്. പക്ഷെ അവിടെ നിന്നിങ്ങോട്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രശ്നം സംഭവിച്ചു. കേരളത്തിലും പ്രശ്നം സംഭവിച്ചു. ഇപ്പോൾ സർവകലാശാലകളിൽ ഇടപെട്ട് ഗവർണറുടെ കക്ഷി രാഷ്ട്രീയം കുത്തിവെക്കാനുള്ള ഇടപെടലുകളാണ് നമ്മൾ കേരളത്തിൽ സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട എന്ന് കേരളവും തമിഴ്നാടും തെലങ്കാനയും പഞ്ചാബും പശ്ചിമ ബംഗാളും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ആ തീരുമാനത്തിൽ ഒപ്പിടേണ്ടത് ഇതേ ഗവർണർമാരാണ് എന്നതാണ് പ്രശ്നം. സംഘപരിവാറിന്റെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് അവർക്ക് ഒരു MLA പോലും കേരളത്തിലെ നിയമസഭയിൽ ഇല്ലാത്തത്. അത് മനസ്സിലാക്കി വേണം ഗവർണർമാർ ഇടപെടേണ്ടത്. അല്ലാതെ സംസ്ഥാന സർക്കാർ പണം ചിലവഴിച്ച് നടത്തുന്ന സർവകലാശാലകളിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയം കുത്തിവെക്കാൻ ഗവർണർമാർ ശ്രമിക്കുന്നത് മോശമാണ്. നമസ്കാരം.